UP സ്കൂൾ ടീച്ചർ സിലബസിലെ കേരള ചരിത്രം എന്ന ഭാഗത്ത് പാർട്ട് 1 കേരള ചരിത്രം എന്ന ഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അതിൽ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പാലിയത്തച്ഛനെ കുറിച്ചാണ് പറയുന്നത്. പാലിയത്തച്ഛൻ കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നിരുന്നവരായിരുന്നു. ഇവരുടെ ആസ്ഥാനം ചേന്നമംഗലമാണ്. പണ്ടത്തെ വില്യാർവട്ടം. വില്യാർവട്ടത്തെ അവസാന രാജാവായ രാമവർമ്മയുടെ വംശ പാരമ്പര്യത്തിൽപ്പെടുന്നവരാണ് ഇവർ. അച്ഛൻ എന്ന സ്ഥാനപ്പേര് കൊടുത്തത് കൊച്ചി രാജാവാണ്. പാലിയത്തച്ഛന് അച്ഛൻ എന്ന സ്ഥാനപ്പേര് കൊടുത്തത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവ്, പെരുമ്പടപ്പ് മൂപ്പൻ, കോവിൽ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപമാണ്. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. പാലിയത്തച്ഛന്മാർ കൊച്ചിയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1632 മുതൽ 1809 വരെയാണ്. പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഒരാളല്ല. കൊച്ചിയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന എല്ലാവരെയും പാലിയത്തച്ഛൻ എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യ പാലിയത്തച്ഛൻ ഇരവികോമിയച്ഛനാണ്. അപ്പോൾ കൊച്ചിയുടെ ആദ്യ പാലിയത്തച്ഛൻ ആരാണ്? ഇരവികോമിയച്ഛൻ. അവസാന പാലിയത്തച്ഛനാണ് ഗോവിന്ദൻ കോമിയച്ഛൻ. കേണൽ മെക്കാളയെ തുരത്തി ഓടിക്കാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചി പ്രധാനമന്ത്രി ആരാണ്? ഏത് പാലിയത്തച്ഛനാണ്? അതാണ് ഗോവിന്ദൻ കോമിയച്ഛൻ. അവസാന പാലിയത്തച്ഛനായ ഗോവിന്ദൻ കോമിയച്ഛനാണ് കേണൽ മെക്കാളയെ തുരത്തി ഓടിക്കാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചി പ്രധാനമന്ത്രി. കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനം ആദ്യം ചിത്രകൂടം ആയിരുന്നു. പിന്നീട് അത് അശ്മകം ആയി മാറുന്നു. കൊച്ചിയിലെ ശക്തരായ രാജാവ് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ ഓർ രാമവർമ്മ 9-ാമനാണ്. കൊച്ചിയിലെ ഏറ്റവും ശക്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ അഥവാ രാമവർമ്മ 1-ാമൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1790-നും 1809-നും ഇടയിലാണ്. ഇദ്ദേഹത്തെ ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നത് കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം എന്നാണ് കൊച്ചി രാജവംശത്തിൽ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം 1790 മുതൽ 1809 വരെയാണ്. ഇദ്ദേഹം കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂർ പൂരം നടപ്പിലാക്കിയത് ശക്തൻ തമ്പുരാനാണ്. ആധുനിക കൊച്ചിയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. ജന്മിത്തം കൊച്ചിയിൽ അവസാനിച്ചത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. വലിയകത്ത് ഗോവിന്ദൻ കോമിയച്ഛനാണ് അവസാനത്തെ പാലിയത്തച്ഛൻ എന്ന് നമ്മൾ പറഞ്ഞു. കൊച്ചി തിരുവിതാംകൂർ രഹസ്യ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? വലിയകത്ത് കോമിയച്ഛനും വലിയകത്ത് ഗോവിന്ദൻ കോമിയച്ഛനും വേലുത്തമ്പി ദളവയും തമ്മിലാണ് കൊച്ചി തിരുവിതാംകൂർ രഹസ്യ ഉടമ്പടി. ഇവർ രണ്ടുപേരും ചേർന്ന് 1808 മെക്കാളയുടെ സൈനിക വസതി ആക്രമണം പ്ലാൻ ചെയ്യുന്നത്. ഗോവിന്ദൻ കോമിയച്ഛൻ പിടിക്കപ്പെട്ടു. മദ്രാസിൽ സെൻറ്റ് ജോർജ് കോട്ടയിൽ യുദ്ധത്തടവുകാരനാക്കി. പിന്നീട് ബോംബെയിൽ തടവിൽ മരിച്ചു. 1832 ഗോവിന്ദൻ കോമിയച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഭരണത്തുടർച്ച കിട്ടേണ്ടത്
ഇട്ടിണ്ണി അച്ഛൻ മൂന്നാമന് ആയിരുന്നു, പക്ഷെ കിട്ടിയില്ല. ബ്രിട്ടീഷ് ആധിപത്യം വന്നു, പ്രധാനമന്ത്രി പദം മാറി ദിവാൻ പദവി വന്നു. അപ്പോൾ അങ്ങനെ പാലിയത്തച്ഛൻ എന്ന സ്ഥാനം ഇല്ലാതാവുകയും പകരം ദിവാൻ എന്ന പദവി വരികയും ബ്രിട്ടീഷ് ആധിപത്യം വരികയുമാണ് ചെയ്യുന്നത് കൊച്ചിയിൽ. നമ്മൾ പാലിയത്തച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പാലിയം സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. ഈ പാലിയം സത്യാഗ്രഹം നടന്നത് 1947-നും 1948-നും ഇടയിലാണ്. സ്വതന്ത്ര കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് പാലിയൻ സത്യാഗ്രഹം. 1947 ഡിസംബർ 4-ന് സി കേശവൻ ആണ് മാറ്റപ്പാടം മൈതാനത്ത് ഈ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവൻ. ഈ സത്യാഗ്രഹത്തിൻ്റെ കാരണം 1946 എറണാകുളം അവകാശ പ്രഖ്യാപന സമ്മേളനമാണ്. അതായത് ഈ പാലിയം സത്യാഗ്രഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് 1946 എറണാകുളം അവകാശ പ്രഖ്യാപന സമ്മേളനമാണ്. പാലിയം ക്ഷേത്രത്തിനോട് ചേർന്ന ചേന്ദമംഗലം റോഡിലൂടെ അവർണർക്കോ അഹിന്ദുക്കൾക്കും നടപ്പാവകാശം നിരോധിച്ചതിനെതിരെ നടന്ന പ്രഖ്യാപനമാണ് എറണാകുളം അവകാശ പ്രഖ്യാപന സമ്മേളനം. പാലിയത്തച്ഛന് നിവേദനം കൊടുത്തെങ്കിലും പാലിയത്തച്ഛൻ നടപ്പാവകാശം ആർക്കും തന്നെ കൊടുക്കുന്നില്ല. ഇതേ തുടർന്ന് സത്യാഗ്രഹം ആരംഭിച്ചു. 97 ദിവസമായിരുന്നു സത്യാഗ്രഹം. പാലിയത്തച്ഛൻ കോടതി അനുമതിയോടെ അത് അവരുടെ സ്വകാര്യ അവകാശമാണെന്ന് വാദിച്ചു. പോലീസ് അങ്ങനെ സമരാനുകൂലികളെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. സമരാനുകൂലികൾ ശക്തമായി തിരിച്ചു വരുന്നു. അതിൽ ഈ സമരം, അതായത് പാലിയം സത്യാഗ്രഹം നയിച്ച അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ SNDP, പുലയ മഹാസഭ. ഇങ്ങനെ 3 സംഘടനകളാണ് ഈ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP, പുലയ മഹാസഭ. ഇത് കൂടാതെ രാജകുടുംബങ്ങളും സമരമുഖത്തും ഉണ്ടായിരുന്നു. ചില രാജകുടുംബാംഗങ്ങളും സമരമുഖത്തും ഉണ്ടായിരുന്നു. ഏതൊക്കെ രാജകുടുംബാംഗങ്ങളായിരുന്നു? അതായത് ചിറക്കൽ കോവിലകത്തെ രമാദേവിയും കൊടുങ്ങല്ലൂർ കോവിലത്തെ ഇന്ദിര കുഞ്ഞൂട്ടി കൊച്ചിക്കാവ് എന്നിവരും കൊച്ചിൻ കോവിലത്തെ കേരളവർമ്മ രവിവർമ്മ എന്നിവരുമാണ് ഈ പാലിയം സത്യാഗ്രഹത്തിൻ്റെ സമരമുഖത്തും ഉണ്ടായിരുന്ന രാജകുടുംബാംഗങ്ങൾ. ഈ പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? അത് KK കൗസല്യാണ് സൗഹൃദ ജാഥ നയിച്ചത്. അന്തർജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത് ആര്യാപ്പള്ളമാണ്. ഈ സത്യാഗ്രഹത്തിലേക്ക് അന്തർജനങ്ങളെ കൊണ്ടുവന്നത് ആര്യാപ്പള്ളമാണ്. സ്ത്രീ സമരക്കാരുടെ പ്രസിദ്ധീകരണമാണ് ശ്രീദേവി. ഈ സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയാണ് AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ആരാണ്? AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി. ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ പറഞ്ഞത് പാലിയത്തച്ഛനെ കുറിച്ചാണ്. ആരായിരുന്നു പാലിയത്തച്ഛൻ? കൊച്ചിയിലെ പ്രധാനമന്ത്രിയാണ് പാലിയത്തച്ഛൻ. ഏറ്റവും ആദ്യത്തെ പാലിയത്തച്ഛൻ ഇരവി കോമിയച്ചനാണെങ്കിൽ അവസാന പാലിയത്തച്ഛൻ ഗോവിന്ദൻ കോമിയച്ചനാണ്. ഗോവിന്ദൻ കോമിയച്ചൻ കേണൽ മെക്കാളയ്ക്കെതിരെ വേലുത്തമ്പിയുമായി ചേർന്നുകൊണ്ട് വധശ്രമത്തിന് ഗൂഢാലോചന നടത്തുകയും പിന്നീട് അദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്യുകയാണ്. മദ്രാസിൽ സെൻറ്റ് ജോർജ് കോട്ടയിൽ യുദ്ധത്തടവുകാരനായി അദ്ദേഹം കഴിഞ്ഞു. പിന്നീട് ബോംബെയിൽ 1832 തടവിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ കോമിയച്ചൻ ആരാണ്? ആദ്യ കോമിയച്ചൻ ഇരവി കോമിയച്ചനാണെങ്കിൽ ആദ്യ പാലിയത്തച്ഛൻ ഇരവി കോമിയച്ചനാണ്. അവസാന പാലിയത്തച്ഛൻ ഗോവിന്ദൻ കോമിയച്ചനാണ്. ഇവരുടെ കാലഘട്ടം, അതായത് കൊച്ചിയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഈ പാലിയത്തച്ഛന്മാർ ഇരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1632 മുതൽ 1809 വരെയാണ്. താങ്ക് യു.